ക്രിസ്മസ്. ഒന്ന് പറയൂ ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. സാന്താക്ലോസ് പറയുന്നത് അങ്ങനെയല്ല. സാന്താക്ലോസ് പറയുന്നത് ഹാപ്പി ക്രിസ്മസ്. സാർ എന്തിനാ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നത്? വിലാസിനി, നീ എന്റെ വേലക്കാരിയാണെങ്കിൽ ഞാൻ എന്റെ മോളെ പോലെയാണ് നിന്നെ കണ്ടിട്ടുള്ളത്. എനിക്കറിയാലോ. അതുകൊണ്ട് അവിടെ പോയിരിക്കൂ. അവിടെ എന്തിനാ? ക്രിസ്മസ് സർപ്രൈസ്. എന്തിനാ സാറേ ഇങ്ങനെ വെടി വെച്ചത്? ചില അലവലാദികൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നു. 6:30 ശേഷം എനിക്ക് കണ്ണ് കണ്ടുകൂടെന്ന് വിലാസിനിക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് കണ്ണ് തോന്നുന്നുണ്ടോ? ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഇവിടെയും വിലാസിനുണ്ട്, അവിടെയും വിലാസിനുണ്ട്. വിലാസിനിക്കറിയാമോ, വെടിവെപ്പെന്ന് പറയുന്നത് എന്റെ ഒരു വീക്ക്നെസ്. എന്റെ അച്ഛനപ്പന്മാരെ കാലം തൊട്ടേ കാട്ടിക്കേറി വെടിവെച്ച് വെടിയിറച്ചി കഴിക്കുന്ന ആൾക്കാരാണ്. സാറ് കാട്ടു പോവാറുണ്ടോ? ഇന്നില്ലേ, ഞാൻ തോക്കും കൊണ്ട് കാട്ടിക്കേറിയാൽ കിടുകിട വിറയ്ക്കും, മൂത്രം ഒഴിക്കും. ഞാൻ എനിക്ക് ഇരുട്ട് പേടി, അവിടെ മുള്ളപ്പന്തി കൊണ്ട് കുത്തും. അല്ല, അപ്പൊ സാർ ഇന്നലെ വെടിയിറച്ചിന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് കറി വെച്ചെന്താ? അത് വേറൊന്നുമല്ല, ഞാൻ തോക്കും കൊണ്ട് ഇന്നലെ ജംഗ്ഷനിൽ കൂടെ പോയപ്പോ ഒരു കോഴിക്കട കണ്ടു. മക്കളെ, ഞാൻ ചാടി കയറി അതിനകത്ത് കയറിയിട്ട് കടപട കുറെ വെടിയൊക്കെ വെച്ച് കുറെ കോഴികൾ ചത്ത് വീഴുന്നു. ആ ചത്ത കോഴിയിൽ കുറെ ഞാൻ വീട്ടിൽ കൊണ്ടിട്ട് കറി വെച്ച്. നിങ്ങൾക്കറിയാം, കോഴിക്കറിയിൽ മുളവില്ലെങ്കിൽ ഞാൻ സഹിക്കും. ഈ കറിയിലെ എനിക്ക് 3 വെടിയുണ്ട മസ്റ്റാണ്. അത് വെച്ചുകൊണ്ടാണ് ഞാൻ കഴിക്കുന്നത്. വിലാസിനി, നിനക്ക് എന്റെ അപ്പൂപ്പനെ അറിയാമോ? എനിക്ക് എന്റെ അപ്പൂപ്പനെ തന്നെ അറിഞ്ഞൂടാ. അതല്ല, ബ്രിട്ടീഷ് കോടീശ്വരനായ എന്റെ അപ്പൂപ്പൻ ആരെന്നറിയാമോ? പാരഡി കോമഡി എന്നാണ് എന്റെ അപ്പൂപ്പന്റെ പേര്. മിമിക്രിക്കാരനാണല്ലേ? അല്ല, പാരഡി കോമഡി എന്ന് പറഞ്ഞു. ഈ പേര് ഞാൻ പുല്ല് എപ്പോഴും നോക്കട്ടെ. അല്ലല്ല, പാട്രിക് ബെനഡിക്ട് പെരേര. ഒരു മുറുക്ക് തിന്ന സുഖം. പറഞ്ഞു വന്നത്, ഈ അപ്പൂപ്പന്റെ ചെറുമകന്റെ ചെറുപഴമാണ് ഞാൻ. ചെറുമകനാണ് ഞാൻ. നിനക്കറിയാമോ, ഈ അപ്പൂപ്പൻ 400 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഇരിക്കുന്ന പാന കണ്ടോ? ഇതിനകത്ത് വീഞ്ഞിട്ടിട്ടുണ്ട്. വീഞ്ഞോ? ഈ ക്രിസ്മസിന്, അതായത് ഇന്ന് നമ്മൾ ഈ പാന പൊട്ടിക്കുന്നു. ഈ വീഞ്ഞിന് ഭയങ്കര വീര്യമാണ്, വിലമതിക്കാനാവാത്തതാണ് ഈ വീഞ്ഞ്. ഇതിന് ലിറ്ററിന് 1,00,000 രൂപ വരെ വില വരും. ഇതിനകത്തെ 100 ലിറ്റർ ഉണ്ട്. ഇതിന്റെ താക്കോല് പിയാനൊരു അടിയിൽ ഇരിപ്പുണ്ട്, ഞാൻ പോയി എടുത്തിട്ട് വരാം. 100 ലിറ്റർ വെടി വയ്ക്കണം. സ്വന്തം ഭാര്യ ഒരു ബംഗ്ലാവിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് തേങ്ങ, മാങ്ങ, കച്ചന് എല്ലാം ഫ്രീ. അവൾ ഓരോന്ന് മോട്ടിച്ച് വയ്ക്കും, ഞാൻ വന്ന് എടുത്തോട്ട് പോകും. ഇനി എന്തൊരു മോട്ടിച്ച് വെച്ചിരിക്കണോന്ന് റബ്ബർ ഷീറ്റ് ഉണ്ടാവണേ ദൈവമേ. എവളെന്താടാ വായുവിനെ തള്ളി മാറ്റണ? വിലാസിനി, ഇവിടുത്തെ സാറിന് 100 ലിറ്റർ ഉണ്ട്. 100 നിക്കറൊക്കെ കാണും, പണക്കാരനല്ലേ. 100 നിക്കറൊക്കെ കാണും അങ്ങേരക്ക്. അത് നിങ്ങൾ എടുത്തോണ്ട് പോണം. കണ്ടോന്റെ നിക്കറൊന്നും ഞാൻ ഇടൂല. അത് എടുത്തോണ്ട് പോയി വിൽക്കണം. ഞാൻ നിക്കർ കച്ചവടം നടത്തണോടി നിന്റെ മുതലാളിയില്ലേ? അങ്ങേരൊക്കെ 100 നിക്കറുണ്ടെങ്കിൽ അങ്ങേരൊക്കെ ഉള്ള എനിക്കും തരും. 100 നിക്കറോ? പിന്നെ നീ പറഞ്ഞ അങ്ങേരൊക്കെ 100 നിക്കറുണ്ടെന്ന്. 100 നിക്കറല്ല, പിന്നെ 100 ലിറ്റർ. 100 ലിറ്ററാ? എന്തോന്ന്? അയ്യോ, ഇത് കണ്ടോ? ഇത് കോടിയാണ്, കോടിയാ. ഇവിടുത്തെ ഏതോ ഒരു അപ്പൂപ്പന്റെ അപ്പൂപ്പൻ 400 വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടാക്കിയ വീഞ്ഞാണിത്. അപ്പൊ പഴയ സാധനം. മനുഷ്യ, ഇതിനെ 1 ലിറ്ററിന് 1,00,000 രൂപയാണ്. 1 ലക്ഷം. അതേപോലെ 100 ലിറ്ററാണിത്. അങ്ങനെയാണെങ്കിലേ ഇനി നമുക്ക് ചക്കയും മാങ്ങയെന്ന് മോട്ടിക്കണ്ട, ഈ സാധനം അടിച്ചോണ്ട് ഒളിച്ചോടാ. പോണ്. എവിടെ പോണ്? ഒളിച്ചോടണ്ടേ? ഇതും കൊണ്ടല്ലേ ഒളിച്ചോടേണ്ടത്. ഓ പൊട്ടം മനുഷ്യ,
ഈ വലിയ പാനയും പിടിച്ചിട്ട് നമുക്ക് ഈ നാട്ടുകാരെ മുന്നിൽ കൂടെ ഇങ്ങനെ 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 പോകാൻ പറ്റുമോ? അങ്ങനെ പോണ്ട, ഇതിനൊരു തലയിൽ വെച്ച് നമുക്ക് ഇങ്ങനെ 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 പോയാല. അത് താഴെ വെക്ക്. ഈ ഒരു കാര്യം പറഞ്ഞില്ലെന്ന് വേണ്ട, ഇതേ കുട്ടിക്കളിയല്ല, ബുദ്ധിപരമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പൊ നമ്മളെ ഏരിയ നിൽക്കുന്ന കാര്യമല്ല, ആരെങ്കിലും വിളിച്ചേ പറ്റൂ. അതല്ല ഞാൻ പറഞ്ഞത്. ഇവിടുത്തെ മുതലാളി ഉണ്ടല്ലോ, ആ മനുഷ്യൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ സാധനം ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് കടത്താൻ നമ്മളെ കൊണ്ട് പറ്റൂല. ഒന്ന് കളഞ്ഞാലോ? അറക്കല്ല അപ്പോ ഇത്രക്കെ വേണോ? ചുമ്മാ പറഞ്ഞേ. വേറൊരു പരിപാടിയുണ്ട്. ഉണ്ട്, ഇതിട്ടൊന്ന് കൊടുക്കാം. ഇതിട്ടൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ ശരിയാ. താക്കോല് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരാണിന്റെ മണം. ആ മുതലാളി ഒരാണല്ലേ, അതുകൊണ്ടായിരിക്കും. ഞാൻ ആണല്ല, അല്ല ഞാൻ ആണാണ്. ഇതല്ല വേറൊരാണിന്റെ മണം. മര്യാദക്ക് വെളി വന്നോ, ഇല്ലെങ്കിൽ ഇതിനുത്തരം എന്റെ തോക്ക് പറയും. മര്യാദക്ക് വാ, പുറത്ത് വാ. ഞാൻ 1 മുതൽ 10 വരെ എണ്ണം. അതിനു മുമ്പേ എന്റെ ഫ്രണ്ട് വരണം. അയ്യോ, ഫ്രണ്ടിലേക്ക് വരാൻ പറ്റിയ ആളല്ല. 1 2 3 4. ഒന്നും ചെയ്യരുത് സാറ്, സാറൊന്നും ചെയ്യല്. ഞാൻ സദാശിവൻ, വത്സലയുടെ ഭർത്താവാണ്. കാവ്യം താമസിച്ചോണ്ട് വിളിക്കാൻ വന്നതാണ്. കാർ ഉറങ്ങിക്കാണും, അതുകൊണ്ട് അവൾക്ക് പയ്യെ വിളിച്ചോണ്ട് വിളവാരം അങ്ങ് പോവാന്ന് വിചാരിച്ച് ഒന്നും ചെയ്യരുത്. എടാ സദാശിവ, ഇവിടെ 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 സദാശിവ, ഇവിടെ സദാശിവ. ഓ, നിനക്കറിയാമോ? അറിഞ്ഞൂടാ. എന്റെ റബ്ബർ എസ്റ്റേറ്റ് ഒരു ഏല അനങ്ങിയ ഞാൻ അറിയും. അതാണ് ഈ ആൽഫ്രഡ് വിൽഫ്രഡ് അലൻജോസ് പെരേര. വന്നല്ലോ, മുക്കാലമിട്ടല്ലോ, ൊക്കെ പറഞ്ഞല്ലോ. നക്ഷത്രം നമുക്ക് പെരേര. ആ പേര് മാറ്റി പറയില്ലേ, ഞാൻ കളിച്ചോണ്ടിരിക്കും. സദാശിവ, ഓ ഇങ്ങോട്ട് വാ. എടാ സദാശിവ, ഓ നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ വിലാസിനിയാ. എടാ സദാശിവ, ഓ നീ ഇവിടെ വന്ന നന്നായി. നീ എന്റെ കൂടെ ഒരു സഹായിയായിട്ട് നിക്കണം. നിക്കാ സാറേ. വർഷങ്ങൾക്ക് മുമ്പ്, 400 വർഷങ്ങൾക്ക് മുമ്പ്, 400 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ അപ്പൂപ്പൻ ഒരു വീപ്പയില് വീഞ്ഞുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഭയങ്കര വിലയാണ്. അതെ, 100 ലിറ്റർ ഉണ്ട്. അതെ, 1 ലിറ്ററിന് 1 ലക്ഷം രൂപയെങ്കിലും ഉണ്ട്. അതെ, വില മതിക്കാൻ പറ്റാത്ത സാധനമാണ്. അത് നമ്മൾ എടുക്കണം. ഇത് ഞാനല്ലേ പറയണ്ടേ? ഞാനാ പറഞ്ഞ. അയ്യോ, ഇപ്പഴത്തോ? ഇപ്പൊ ശരിയായ? ഇപ്പൊ അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ നമുക്കിത് എടുക്കണം. നീ ഒരു കാര്യം ചെയ്യ, ആ മേശപ്പുറത്ത് താക്കോലിരിപ്പുണ്ട്, എടുത്തിട്ട് വാ. ഞാൻ എടുത്തിട്ട് വരാം മുതലാളി. വിലാസിനി, നിനക്ക് അടുത്ത മാസം മുതൽ ഞാൻ ശമ്പളം കൂട്ടിത്തരും. അത് മാത്രമല്ല, ഈ ക്രിസ്മസ് നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കുന്നു. അത് മാത്രമല്ല, ഈ വീഞ്ഞ് നമ്മൾ ഒരുമിച്ച് കുടിക്കുന്നു. സദാശിവ, ഓ മാറങ്ങോട്ട്. എന്തോന്നത് സംഭവം അങ്ങനെ മനസ്സിലായില്ല. നമ്മൾ തലയിൽ അടിക്കുകയാണെന്ന് ബോധം കിട്ടണമെന്ന് മനസ്സിലായില്ല. എന്റെ ഫോണുണ്ടോ? വീഡിയോ നല്ല ടേസ്റ്റ് ഉള്ള വീഞ്ഞ്. ആശിവ, സൂപ്പർ വീഞ്ഞ്. ഈ വീഞ്ഞ് നമുക്ക് ക്രിസ്മസിന് കഴിക്കാറേ. ഒരു വീഡിയോ കാണിച്ചു. ഞാൻ ഈ പ്രായത്തിലൊന്നും വീഡിയോ ഒന്നും കാണൂല. അതല്ല, സാറിന്റെ വീഡിയോ ആണ്. എന്റെ ഇറങ്ങിയ എവിടെ? എടാ, അത് നീയല്ലേ? നീ ഉണ്ടായില്ല. നീ എന്നെ എന്തിനാ തല ചൊറിയണതാ? തലയിൽ എന്തോട്ട് പാട്ടുന്നത്? സാറേ, ഞാൻ സാറിന്റെ തലയിൽ കമ്പിട്ട് അടിച്ചതാണ്. നാട്ടു നടപ്പനുസരിച്ച് തലയിൽ അടി കൊണ്ടാ ഒന്നി ബോധം കെട്ട് വീഴണം, ഇല്ലെങ്കിൽ കരയെങ്കിലും ചെയ്യണം. മക്കളെ, അത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാണ്. എനിക്ക് ബോധം കിടാനോ മരിക്കാനോ ഇനി പറ്റൂല. അതെന്ത്? വർഷങ്ങൾക്ക് മുമ്പ് ഈ തട്ട് പൊളിഞ്ഞ് തറയെ വീണ് തലപൊട്ടി മരിച്ച ആളാണ് ഞാൻ. അത് പറ. ഇന്നലെ എന്നോ പോയി മറഞ്ഞു, ഇന്നൊരു സ്വപ്നം കൂടെ വന്നു, ചില്ലകളിൽ ചന്ദ്രനിൽ തല പൊങ്ങി വന്നു. അയ്യോ സാറേ,
അപ്പൊ ഈ സെറ്റപ്പ് ഒക്കെ ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുക്കിയ എന്റെ ക്രിസ്മസ് സർപ്രൈസ്. Come on, everybody. എടീ, ഇത്രയും കാലം നീ ഒരു പ്രാതത്തിന്റെ ഇടയിൽ ജോലി ചെയ്തോണ്ടിരുന്നത് ഇവൻ വേണമെങ്കിൽ ഇറങ്ങി ഓടിക്കോ. നിക്കവിടെ. നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാൻ അനുവാദമില്ല. Because I am born in AD 83. Alfred Wilfred de Cruz Pereira, reloaded. കിറ്റിൽ ഒരു ട്വിസ്റ്റിന് ഇത്രയും കിറ്റിലും ട്വിസ്റ്റ് ഞാൻ ആദ്യമായിട്ടായിരുന്നു. ഭയങ്കര നൈസ് ആയിരുന്നു കേട്ടോ ആ ട്വിസ്റ്റ്. നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷെ അത് കുറച്ചുകൂടെ ഉണ്ടാവും വിചാരിച്ചു അവിടുന്ന്. അപ്പോഴത്തേക്കും ക്ലൈമാക്സ് ആയിക്കോളൂ. നല്ല ക്ലൈമാക്സ് ആസ് എവറിബഡി സെഡ്. തീരെ പ്രതീക്ഷിക്കാത്ത ഒരു ക്ലൈമാക്സ് ആയിരുന്നു. നല്ലൊരു സ്റ്റോറീന്റെ വൺ ലൈൻ കിട്ടിയിട്ടുണ്ട് ഇവിടുന്ന്. സൂപ്പർ, അടിപൊളി. ഓക്കെ, ഓൾറൈറ്റ്. വേറൊരു ട്വിസ്റ്റ് ഉണ്ട്, ആരും ശ്രദ്ധിക്കാതെ പോയ ഈ പടത്തിലെ ട്വിസ്റ്റ്. എന്നാ എന്താ? അതായത് ഇതില് രഞ്ജിത്ത് ബാബന്റെ ഭാര്യയുടെ നിമിഷയുടെ ക്യാരക്ടറിലെ 2 പേരുണ്ട്. നിങ്ങൾ ആരും ശ്രദ്ധിക്കാതെ. അല്ല, അത് വീട്ടിൽ അങ്ങനെ വിളിക്കും ഞാൻ. വിലാസിനിന്നല്ലേ പറഞ്ഞേ? ഇടയ്ക്ക് മത്സരം. ആരും ഈ കഥയിൽ ശ്രദ്ധിക്കാതെ പോയ. പക്ഷെ നിങ്ങൾ വിചാരിക്കും ആ ട്വിസ്റ്റ് ഞാനാണ് കണ്ടുപിടിച്ചതെന്ന്. ഒരിക്കലും നിങ്ങൾ എല്ലാവരും വില കുറച്ച് കാണുന്ന ശ്രീവിദ്യയാണ് അത് കണ്ടുപിടിച്ചത്. ഉണ്ടല്ലോ ഇങ്ങനത്തെ അതായത് അവിടെ എന്റെ ഭാര്യ വത്സലയെ വിളിച്ചോണ്ട് പോകാൻ വന്നാണെന്ന് പറയുമ്പോ ചേട്ടാ 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 വത്സലയാണല്ലോ വിലാസിനി ആയിരുന്നാ. അപ്പൊ നോക്കിയപ്പോഴേ അത് കഴിഞ്ഞ് പോയി. പോട്ട്. ഗുഡ് വൺ, ഗുഡ് വൺ. സാധാരണ അഖിലാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേഗം നോട്ട് ചെയ്യാ. പക്ഷെ ഇത് ശ്രീവിദ്യ ചെയ്തത് ഞാൻ നോട്ട് ചെയ്ത ക്രെഡിറ്റ് കൊടുത്തതാ. നിങ്ങൾ ആരും ഒന്നും പറയണ്ട. ബാറ്ററി ഇനി പറയാനുള്ള പറഞ്ഞോളൂ. ബാറ്ററിയുടെ നമുക്ക് ചോദിക്കാം. ബാറ്ററി പറഞ്ഞു തരൂ. പണമൊഴുകണ കളി പറന്നിറങ്ങണ ചിരി ചിരി പല ചിരി ദുരിതം താളത്തിൽ ഞാൻ 33,000 റുപ്പീസ് ആണ് ലഭിച്ചിരിക്കുന്നത്. പൈസ വേണ്ടേ? ഇല്ല, ഇട്ട് കൊടുത്തു. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യാം. സമാധാനായി.